إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. قال الله عز وجل إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ നയിക്കുന്നത് ഏറ്റവും ഉന്നതമായ ആശയത്തിലേക്കാണ്, ഏറ്റവും നേരായ ആശയത്തിലേക്കാണ്. മാത്രമല്ല വയുബശ്ശിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആൻ ഒരു സന്തോഷ വാർത്ത കൂടി നൽകുന്നുണ്ട്. അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, അവരിൽ നിന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാരോ, അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ ഒരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞതായ കാര്യമാണത്. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് എൻ്റെ സുന്നത്തുമാണ്. അള്ളാഹുവിൻ്റെ കിതാബിനെയും എൻ്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നതോളം കാലം നിങ്ങൾ വ്യതിചലിച്ചു പോകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായും പഠിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിന് അവതരിപ്പിച്ചതായ മുബാറക്കായ അനുഗ്രഹീതമായ ഗ്രന്ഥം
ആ ഗ്രന്ഥവുമായുള്ള ഒരു മനുഷ്യന്റെ ബന്ധമാണ് അവന്റെ ഉന്നതിയെ നിശ്ചയിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലും. قال النبي صلى الله عليه وسلم إن الله يرفع بهذا الكتاب أقواما ويضع به آخرين. ഈ ഗ്രന്ഥത്തോടുള്ള സമീപനത്തിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു ചിലർക്ക് ഉന്നതി നൽകും. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയും ആ കിതാബിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉന്നതിയുണ്ടാകും. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. എന്നാൽ ആ കിതാബിനോടുള്ള സാമീപ്യം കാരണത്താൽ ചില ആളുകൾക്ക് അവർക്ക് താഴ്ചയുമായിരിക്കും ലഭിക്കുക എന്ന. അള്ളാഹുവിന്റെ കലാമാണ് കലാമുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ കലാമെന്ന് എല്ലാ ഖുതുബകളിലും എന്നോണം കേൾക്കുന്നവരാണ് നാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുവാൻ, വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുവാൻ, അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അനിവാര്യമായും ജീവിതത്തിൽ അയാൾ സമയം കണ്ടെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീരാ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീരും. قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗദർശനമായി, അതുപോലെ തന്നെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡമായി അവതരിച്ച കിതാബിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ എത്രമാത്രം വലിയ അറിവുകൾ നേടിയിട്ട് എന്താണ് കാര്യം? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് തന്നെ തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതായ ഫുർഖാനിനെ അവതരിപ്പിച്ച, ആ ഫുർഖാനിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനും അനുഗ്രഹീതനുമാണ്. ലിയകൂന ലിൽ ആലമീന നദീറ, മുഴുവൻ ലോകർക്കും മനുഷ്യർക്കും അധർമ്മങ്ങളിൽ നിന്ന് താക്കീത് നൽകുന്ന, നന്മയിലേക്ക് അവരെ ക്ഷണിക്കുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ നൽകിയ റബ്ബെത്ര അനുഗ്രഹീതനെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലേ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദുറുകൾ, ചിലപ്പോൾ എൻ്റെ നാട്ടിൽ മുസ്ഹഫില്ല, എൻ്റെ വീട്ടിൽ മുസ്ഹഫില്ല എന്നൊക്കെ പണ്ട് കാലത്ത് പറയായിരുന്നു. ഇന്ന് ഓരോ മനുഷ്യനും പോക്കറ്റിലിട്ട് നടക്കുന്ന മൊബൈലിൽ പോലും അവൻ്റെ വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് ഉണ്ട്, ഒന്ന് തുറക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഓതാനുള്ള ആളുകൾ കുറവാണ്, അതിനുള്ള തൗഫീക്ക് ലഭിക്കുന്ന ആളുകൾ കുറവാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പറയുന്ന ഒരു പരാതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഖൗമിൽപ്പെട്ട ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്നത്. അപ്പോൾ അല്ലാഹു പറയുന്നത്, വകദാലിക ജഅൽനാ ലികുല്ലി ഉമ്മത്തിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. അപ്രകാരമാണ് എല്ലാ ഉമ്മത്തിലും അള്ളാഹുവിന്റെ വചനങ്ങളോട് ശത്രുതാ സമീപനം പുലർത്തുന്ന ചില ആളുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവിശ്വസിച്ച്, അതിനെ നിഷേധിച്ച്, അതിലെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്താതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീടും മസലുൽ ബൈത്തിൽ ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ വല്ലദീ ലാ യുഖറഅ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീടും പാരായണം ചെയ്യപ്പെടാത്തൊരു വീടും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെയും പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരിക്കുന്നത് റൂഹ് എന്നാണ്.
അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, തിരഞ്ഞെടുക്കുന്നവരായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു അവന്റെ റൂഹിനെ അവതരിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്, അത് അള്ളാഹുവിന്റെ കിതാബും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ കലാം തുറന്നു നോക്കി പാരായണം ചെയ്യപ്പെടാതെ പോകുന്ന ദിവസം ഉണ്ടാകരുത്. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഇത്ര ഞാൻ ഓതിയിരിക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം ഓരോ മനുഷ്യനുമാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, നമുക്ക് റിസ്ക് നൽകുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നൽകിയ പടച്ചറബിൻ്റെ കലാമാണ്. ആ കലാം അല്പസമയമെങ്കിലും ഒന്ന് എടുത്ത് ഓതാൻ, പാരായണം ചെയ്യാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. അല്ലാഹുവിൻ്റെ കിതാബിനെ നിങ്ങൾ പാരായണം ചെയ്താൽ അന്ത്യദിനത്തിൽ പ്രകാശമായി നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പക്കൽ ശുപാർശകനായി ആ വിശുദ്ധ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم، اللهم اشف مرضاهم وداو جرحاهم وأطعم جائعهم يا رب العالمين، وأطعم جائعهم واكس عاريهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وزلزل الأرض من تحت أقدامهم يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.